ചീക്കോട് കുടിവെള്ള പദ്ധതിയിൽ 3500 പേർക്ക് കുടിവെള്ളം എത്തുന്നു. 3.5 വർഷമായി മുടങ്ങിക്കിടന്ന വൈദ്യുത കണക്ഷൻ ഉടൻ ലഭ്യമാകും. മന്ത്രിതല യോഗത്തിൽ തീരുമാനം. കൊണ്ടോട്ടിയിൽ വൻ വികസനങ്ങൾക്ക് വഴി തുറന്ന് സർക്കാർ പ്രഖ്യാപനം. വർഷങ്ങളായി വൈദ്യുത കണക്ഷൻ ലഭിക്കാതെ മുടങ്ങിക്കിടന്ന ചീക്കോട് കുടിവെള്ള പദ്ധതിയിലെ പുതിയ കണക്ഷനുകൾക്ക് ഒടുവിൽ ജീവൻ വെക്കുന്നു. ആയിരക്കണക്കിന് കുടുംബങ്ങളുടെ കുടിവെള്ള ദുരിതത്തിന് പരിഹാരമാകുന്ന പദ്ധതിയുടെ തടസ്സങ്ങൾ നീക്കുന്നതിനൊപ്പം കൊണ്ടോട്ടി മണ്ഡലത്തിലെ കുടിവെള്ളം, വൈദ്യുതി, അടിസ്ഥാന സൗകര്യ വികസനം എന്നിവയിൽ നിർണായക വഴിത്തിരിവാകുന്ന ഒട്ടേറെ തീരുമാനങ്ങളാണ് സംസ്ഥാന സർക്കാർ കൈക്കൊണ്ടതെന്ന് ടി.പി. അഷ്റഫ് എം.എൽ.എ. പറഞ്ഞു. കൊണ്ടോട്ടി നിയോജക മണ്ഡലത്തിലെ മുഴുവൻ ജനങ്ങൾക്കും ഇന്നേറെ സന്തോഷിക്കാനുള്ള ചില തീരുമാനങ്ങളാണ് ജലവിഭവ വകുപ്പ് മന്ത്രി ശ്രീ മോൻസ് ജോസഫിന്റെയും വൈദ്യുതി വകുപ്പ് മന്ത്രി ശ്രീ സണ്ണി ജോസഫിന്റെ നേതൃത്വത്തിലുള്ള വകുപ്പ് തല മീറ്റിംഗിൽ ഇന്ന് തിരുവനന്തപുരത്തുണ്ടായിട്ടുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ നാടിന്റെ കുടിവെള്ള പദ്ധതിയായ ചീക്കോട് കുടിവെള്ള പദ്ധതിക്ക് പൂർണ്ണമായ അർത്ഥത്തിൽ അതിന്റെ പ്രവൃത്തി നടക്കുന്നതിന് കഴിഞ്ഞ 3.5 വർഷമായി നമുക്ക് ചില തടസ്സങ്ങളുണ്ടായിരുന്നു. അത് വൈദ്യുതി ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചില തടസ്സങ്ങളായിരുന്നു. കണക്ഷൻ ലഭിക്കാത്തത് കൊണ്ട് തന്നെ പൂർണ്ണാർത്ഥത്തിൽ എല്ലാ ടാങ്കുകളും നിറച്ച് എല്ലാ വീടുകളിലേക്കും വെള്ളം എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ചില പ്രയാസങ്ങളുണ്ടായിരുന്നു. ആ പ്രയാസങ്ങൾ പൂർണ്ണമായും പരിഹരിച്ചുകൊണ്ട് നമുക്ക് ചീക്കോട് കുടിവെള്ള പദ്ധതിയിലൂടെ മുഴുവൻ ജലസംഭരണിയും നിറച്ചുകൊണ്ട് മുഴുവൻ ടാങ്കുകളും നിറച്ചുകൊണ്ട് നമുക്ക് വെള്ളം എത്തിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം തീരുമാനമുണ്ടായിരിക്കുകയാണ്. എം.എൽ.എയുടെ നേതൃത്വത്തിൽ ഊർജ്ജ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് സണ്ണി ജോസഫിന്റെ സാന്നിധ്യത്തിൽ ജലവിഭവ വകുപ്പ് മന്ത്രി മോൻസ് ജോസഫിന്റെ ചേംബറിൽ ചേർന്ന ജലവിഭവ വൈദ്യുത വകുപ്പ് ഉന്നതതല സംയുക്ത യോഗത്തിലാണ് വർഷങ്ങളായി കെട്ടിക്കിടന്ന വിഷയങ്ങൾക്ക് പരിഹാരമാകുന്ന തീരുമാനങ്ങളുണ്ടായത്. മണ്ഡലത്തിലെ ബ്ലോക്ക് പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരും യോഗത്തിൽ പങ്കെടുത്തു. കൊണ്ടോട്ടി നഗരസഭയിലെ കുടിവെള്ള വിതരണം കൂടുതൽ ശക്തിപ്പെടുത്താൻ അമൃത് പദ്ധതിയിൽ നിന്ന് 10 കോടി രൂപ അനുവദിക്കുന്നതിനുള്ള ശുപാർശ സ്റ്റേറ്റ് ലെവൽ പ്ലാനിംഗ് കമ്മിറ്റിക്ക് സമർപ്പിക്കാനും തീരുമാനമായി. കൊണ്ടോട്ടി നഗരസഭയിൽ അമൃത് പദ്ധതിയിലൂടെ 10 കോടി രൂപ കുടിവെള്ള പദ്ധതിക്ക് വേണ്ടി 1ാം ഫേസിൽ അനുവദിക്കാൻ വേണ്ടി സ്റ്റേറ്റ് ലെവൽ പ്ലാനിംഗ് മീറ്റിംഗിൽ അദ്ദേഹം ആ പദ്ധതി വെക്കാമെന്നും അത് അനുവദിക്കാമെന്നുള്ള ഉറപ്പും ഇന്ന് നൽകിയിട്ടുണ്ട്. 45 കോടി രൂപ പൂർണ്ണമായി ആവശ്യമായിട്ടുണ്ട്. അതിന്റെ 1ാമത്തെ ഫേസ് ആരംഭിക്കാനിരിക്കുകയാണ്. കൂടാതെ മുതുവല്ലൂർ ചുള്ളിക്കോട് പ്രദേശത്ത് പുതിയ സംഭരണ ടാങ്ക് നിർമ്മിക്കുന്നതിനുള്ള പദ്ധതി തയ്യാറാക്കും. ഇതോടെ നഗരസഭയിലെയും സമീപ പ്രദേശങ്ങളിലെയും കുടിവെള്ള വിതരണം കൂടുതൽ കാര്യക്ഷമമാക്കാൻ സാധിക്കും. ജൽജീവൻ മിഷൻ പദ്ധതിയുടെ ഭാഗമായി പൈപ്പ് സ്ഥാപിക്കുന്നതിനായി പൊളിച്ചിട്ടും ഇതുവരെ പുനർനിർമ്മിക്കാത്ത റോഡുകളുടെ വിവരങ്ങൾ ശേഖരിച്ച് അടിയന്തര നടപടി സ്വീകരിക്കാനും യോഗം തീരുമാനിച്ചു. ഇതിനായി പഞ്ചായത്ത് തലത്തിൽ പട്ടിക തയ്യാറാക്കാൻ പഞ്ചായത്ത് പ്രസിഡന്റുമാർക്ക് ചുമതല നൽകി. ദേശീയപാത മുറിക്കാൻ അനുമതി ലഭിക്കാത്തതിനാൽ കുടിവെള്ള പദ്ധതി വൈകിയിരുന്ന ചെറുകാവ്, വാഴയൂർ, പുളിക്കൽ പഞ്ചായത്തുകളിൽ GI പൈപ്പ് സ്ഥാപിച്ച് കുടിവെള്ള കണക്ഷൻ നൽകുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കാനും യോഗത്തിൽ തീരുമാനമായി. വാട്ടർ അതോറിറ്റി കണക്ഷൻ ലഭിച്ചിട്ടും വെള്ളം ലഭിക്കാത്ത ഉപഭോക്താക്കൾക്ക് ബില്ല് ഈടാക്കുന്ന പ്രശ്നം MLA മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതിനെ തുടർന്ന് അത്തരം ഉപഭോക്താക്കളുടെ ബില്ല് ഒഴിവാക്കാൻ ഉദ്യോഗസ്ഥർക്ക് മന്ത്രി നിർദ്ദേശം നൽകി. യോഗത്തിൽ കൊണ്ടോട്ടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PKC അബ്ദുറഹിമാൻ മാസ്റ്റർ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ MP മുഹമ്മദ്, K ശിവൻ, V ആരിഫ, ജസീന ആലുങ്ങൽ, നസീറ PA, ജലവിഭവ വൈദ്യുത വകുപ്പുകളിലെ ഉന്നത ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. ന്യൂസ് 10 കൊണ്ടോട്ടി.